മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനു മരിച്ച നിലയിൽ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് സുജിത് സുരേന്ദ്രൻ. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, ഈ പീഡനക്കേസിൽ ജാമ്യത്തിലായിരുന്നു, അതിനിടയിൽ മറ്റൊരു കേസിലും പെട്ടു. എന്താണിപ്പോൾ മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ എന്താണ് സുജിത് സുരേന്ദ്രൻ? ഈ കാരണങ്ങൾ തന്നെയാണ്, ഇതിൻ്റെയൊക്കെ മാനസിക പ്രയാസം തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് മനുവിനെ നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പിറവം സ്വദേശിയാണ്. കൊല്ലത്ത് കുറേ നാളായി കൊല്ലത്ത് വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു. ആനന്ദവല്ലീശ്വരത്താണ് ഒരു വീട് വാടകയ്ക്കെടുത്തിരുന്നത്. കൊല്ലത്ത് വിവിധ കോടതികളിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള വന്ദനാദാസ് കൊലക്കേസിൽ അഡ്വക്കേറ്റ് ബി.എ. ആളൂരിനൊപ്പം അദ്ദേഹത്തിൻ്റെ ജൂനിയറായി അദ്ദേഹത്തിനൊപ്പം തന്നെ ആ കേസിൽ ഒപ്പം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ചില കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഈ നേരത്തെയുള്ള ചോറ്റാനിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പീഡന കേസ്, നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസ് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ആ കേസ്. അതിന് തൊട്ടു പിന്നാലെ ആണ് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ അടുത്തിടെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത്. ഈ രണ്ട് കേസുകൾ വന്ന ഒരു സാഹചര്യത്തിൽ ഏറെ മാനസിക പ്രയാസത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏറെ വിവാദമായിരുന്നു ആ കേസ്. അതിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുകയും ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ സുപ്രീം കോടതിയിൽ വരെ ജാമ്യാപേക്ഷയുമായി ഇദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ പോലീസ് നേരിട്ട് എത്തി ഇദ്ദേഹം കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. അതുമാത്രമല്ല, അന്ന് സീനിയർ ഗവൺമെന്റ് ലീഡറായിരുന്ന ഇദ്ദേഹത്തോട് AG രാജി ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് അദ്ദേഹം ഏറെക്കാലം അതിൻ്റെ ഒരു മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകരൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ സ്ഥലത്ത് മൃതദേഹം ഇറക്കിയിട്ടില്ല, തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. കൂടുതൽ പോലീസും ഒക്കെ തന്നെ സ്ഥലത്തുണ്ട്. ശരി, വാടക വീട്ടിലാണ് പി.ജി. മനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിലുള്ളത്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.